നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. US കണക്ക് കൂട്ടിയതെന്താണോ അത് സംഭവിച്ചിരിക്കുന്നു. ഇസ്രയേൽ ഹമാസ് യുദ്ധക്കളത്തിലേക്ക് ഇറാനെ ഇറക്കുക എന്നതായിരുന്നു USന്റെ ആവശ്യം. ഇതുതന്നെയാണ് നെതന്യാഹുവിനും വേണ്ടിയിരുന്നത്. ഇറാഖിലെ മൊസാദ് കേന്ദ്രം ആക്രമിച്ചതോടെ ഇറാൻ യുദ്ധക്കളത്തിൽ ഇറങ്ങാൻ നിർബന്ധിതരായിരിക്കുകയാണ്. ഇതുവരെ ഹിസ്ബുള്ള ഹൂതി വിമതരെ ഇറക്കി കളിക്കുകയായിരുന്നു. പക്ഷേ തുടരെ ഇറാന് തിരിച്ചടി കൊടുത്തതോടെ ഇറാൻ ഭരണകൂടവും യുദ്ധത്തിലേക്ക് വരാൻ നിർബന്ധിതരായി. അങ്ങനെ മൊസാദിന്റെ മുന്നിൽപ്പെട്ടിരിക്കുകയാണ് ഇറാൻ. ഇനി യുദ്ധം ഇറാനും മൊസാദും തമ്മിലാണ്. എല്ലാ സഹായങ്ങളും നൽകി അമേരിക്ക പിന്നിലുണ്ടാകും. ഇറാൻ അമേരിക്കയോട് വലിയ വെല്ലുവിളി നടത്തിയിരുന്നു. അന്നേ ബൈഡൻ കുറിവെച്ചതാണ്. ഇറാന്റെ ആണവ പദ്ധതികളും പരീക്ഷണങ്ങളും തകർത്തെറിഞ്ഞ് ടെഹ്റാനെ വിറപ്പിക്കാനാണ് മൊസാദിന്റെ പ്ലാൻ. കൂടാതെ ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സ് സൈന്യത്തിന്റെ തലവന്മാരുടെ തലകളും എടുക്കണം. ഇതുവരെ ആളെ ഇറക്കിവിട്ട് ഇസ്രയേൽ ഹമാസ് യുദ്ധം കൊഴിപ്പിക്കുകയായിരുന്നു ഇറാൻ. എന്നാൽ ഉഗ്രനടിയാണ് അമേരിക്കയും ഇസ്രയേലും ചേർന്ന് കൊടുത്തത്. ഇറാൻ സൈനിക ഉപദേഷ്ടാവിനെ സിറിയയിൽ കയറി തീർത്തു. ഇത് കനത്ത തിരിച്ചടിയായിരുന്നു. ആത്മാഭിമാനത്തിനേറ്റ അടിയായി പോയി ഇറാന്. ഹിസ്ബുള്ളയെയും ഹൂതികളെയും ഇറക്കി വലിയ ആക്രമണം നടത്തി വെക്കുകയായിരുന്നു ഇറാൻ. US സൈനിക താവളങ്ങളിൽ ഇക്കൂട്ടരെ കൊണ്ട് മിസൈൽ ആക്രമണങ്ങൾ നടത്തിച്ചു. ഇസ്രയേലിനെതിരെ ആക്രമണം അഴിച്ചുവിട്ടു. ഇതിനെല്ലാം പിന്നിൽ ഇറാന്റെ കൈകളായിരുന്നു. ഹൂതികളെ ഇറക്കി ചെങ്കടൽ യുദ്ധക്കളമാക്കാൻ പ്ലാനിട്ടു. ഇതിനെല്ലാമുള്ള അടിയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. മൊസാദ് ടെഹ്റാന് മുകളിൽ ഇറങ്ങിക്കഴിഞ്ഞു. ഇറാൻ ഒളിപ്പിക്കുന്ന ഉന്നതരുടെ തലകളാണ് മൊസാദിന് വേണ്ടത്. അതെടുത്തിരിക്കുമെന്ന് മൊസാദ് തലവന്റെ വെല്ലുവിളി. ഇതിന്റെ കൂടെ അമേരിക്ക അടുത്ത അടിയും കൊടുത്തിട്ടുണ്ട്. ലോക സമ്പദ് വ്യവസ്ഥയെ തകർക്കുന്ന വിധത്തിൽ ചെങ്കടലിൽ കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തുന്ന ഹൂതികളെ ഭീകര പട്ടികയിൽപ്പെടുത്താൻ US നീക്കം. ആസ്തികൾ മരവിപ്പിക്കുകയും സഹായം തടയുകയും ചെയ്യുന്ന പ്രത്യേക ആഗോള ഭീകരരുടെ പട്ടികയിൽ ഹൂതികളെയും പെടുത്തുന്ന നടപടികൾക്ക് US പ്രസിഡന്റ് ജോ ബൈഡൻ തുടക്കം കുറിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. ചെങ്കടലിൽ ഇസ്രയേൽ ബന്ധം സംശയിക്കുന്ന കപ്പലുകൾക്ക് നേരെ ഹൂതികൾ ആക്രമണം തുടരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം മറ്റൊരു അമേരിക്കൻ കപ്പലിന് നേരെ ഹൂതി ആക്രമണം നടന്നതോടെയാണ് കടുത്ത മുന്നറിയിപ്പുമായി പെന്റഗൺ രംഗത്ത് വന്നത്. അമേരിക്ക പ്രത്യാക്രമണം നടത്തിയാൽ ശക്തമായ തിരിച്ചടിക്കുമെന്ന് ഹൂതികളും അറിയിച്ചു. അമേരിക്കൻ കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ള കപ്പലിന് നേരെയാണ് ഏറ്റവും ഒടുവിലായി ആക്രമണം നടന്നത്. ഇസ്രയേലിലേക്ക് പുറപ്പെട്ടതായിരുന്നു ആക്രമിക്കപ്പെട്ട കപ്പലെന്ന് ഹൂതി വ്യക്തമാക്കി. ചെങ്കടലിൽ കപ്പൽ സുരക്ഷ ഉറപ്പാക്കാൻ സഖ്യരാജ്യങ്ങൾക്കൊപ്പം ചേർന്ന് നടപടി സ്വീകരിക്കുമെന്ന് പെന്റഗണും മുന്നറിയിപ്പ് നൽകി. അമേരിക്കയുടെയും ബ്രിട്ടന്റെയും ആക്രമണമുണ്ടായാൽ വെറുതെ വിടില്ലെന്ന മുന്നറിയിപ്പുമായി ഹൂതികളും രംഗത്ത് വരുന്നു. ഗാസയിൽ ഇസ്രയേൽ അടിയന്തര വെടിനിർത്തൽ നടപ്പാക്കും വരെ ഈ യുദ്ധം തുടരുമെന്നാണ് ഹൂതികളുടെ അവകാശവാദം. ഇതിനെതിരെ അമേരിക്കയും ബ്രിട്ടനും നേതൃത്വം നൽകുന്ന സംയുക്ത സേന ചെങ്കടലിൽ നിരീക്ഷണവും ആക്രമണവും ശക്തമാക്കിയിട്ടുണ്ട്. ബുധനാഴ്ചയും ഹൂതികൾക്ക് നേരെ US ആക്രമണം നടത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഭീകര പട്ടികയിൽ ഉൾപ്പെടുത്താൻ നീക്കം നടക്കുന്നത്. നേരത്തെ ഹൂതികൾ ഈ പട്ടികയിൽ ഉണ്ടായിരുന്നെങ്കിലും 2021 ഒഴിവാക്കിയിരുന്നു. ആക്രമണം നിർത്തിയില്ലെങ്കിൽ 1 മാസത്തിനുള്ളിൽ ഹൂതികളെ ഭീകര പട്ടികയിൽ ഉൾപ്പെടുത്താനാണ് US തീരുമാനം. ഗാസയിൽ ഇസ്രയേൽ അടിയന്തര വെടിനിർത്തൽ നടപ്പാക്കും വരെ ആ രാജ്യത്തേക്കുള്ള കപ്പലുകൾ ആക്രമിക്കുന്നത് തുടരുമെന്നാണ് ഹൂതികൾ പറയുന്നത്. ഇതിനിടെ ഹൂതികൾക്കെതിരെ നാവിക സുരക്ഷാ സേനയുടെ ഭാഗമാകില്ലെന്ന് ഫ്രാൻസ് അറിയിച്ചു. സംഘർഷം വ്യാപിക്കരുതെന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണിതെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ വ്യക്തമാക്കി.